ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 2025 പ്രധാന കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത്. 2025 ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി ആരാണ്? കെ ജയശ്രീ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് 1993 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച രാജ്യം എവിടെയാണ്? ഡൊമിനിക്കയാണ്. ഡൊമിനിക്കയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് 1993 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ എന്ത് സംഭവിച്ചത്? പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചത് എവിടെയാണ്? ഡൊമിനിക്കയിൽ ആണ്. അടുത്തിടെ വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ നദീതീരം ഏതാണ്? സിലിയാണ്. സിലിയാണ് വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ നദീതീരം. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയാണ് നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യനാണ്, 2025 പി ഭാസ്കരൻ പുരസ്കാര ജേതാവാരാണ്? പി ജയചന്ദ്രനാണ്. പി ജയചന്ദ്രനാണ് 2025 പി ഭാസ്കരൻ പുരസ്കാര ജേതാവ്. കേരളത്തിലെ ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വെള്ളമാണ് കതിരവൻ. കതിരവനാണ് കേരളത്തിലെ ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വെള്ളം. ദേശീയ യുവജന ദിനം. ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12. 2025 തീമാണ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഷേപ്പിംഗ് ദി നാഷൻ വിത്ത് റീസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. 2025 തീമാണ് യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഷേപ്പിംഗ് ദി നാഷൻ വിത്ത് റീസൈലൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. സുസ്ഥിര ഭാവിക്കായി യുവത്വം, പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആപ്പിൾ ഉപഗ്രഹത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് രാമസാമി മാണിക്യ വാസകം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് രാമസാമി മാണിക്യ വാസകം. അടുത്ത ക്വസ്റ്റ്യനാണ്, 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോയിലാണ്. ഇതെവിടെയാണ്? ബ്രസീലിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി റഷ്യയിലായിരുന്നു. 2025 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ബ്രസീലിലാണ്. ബ്രസീലിലെവിടെ? റിയോ ഡി ജനീറോ. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിതനായത്. 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് ഗണേഷ് കുമാർ. 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? മസ്കറ്റാണ്. 2025 ഇന്ത്യ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് മസ്കറ്റാണ്. 2025 എമർജൻസി യൂറോപ്യൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? ഫ്രാൻസ് ആണ്.
2025 എമർജൻസി യൂറോപ്യൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത GCC ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത GCC ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ബയോബാങ്ക് നിലവിൽ വന്ന ആദ്യ മൃഗശാല ഏതാണ്? ഇന്ത്യയിലെ ബയോബാങ്ക് നിലവിൽ വന്ന ആദ്യ മൃഗശാലയാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗിലാണ്. വെസ്റ്റ് ബംഗാളിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗിലാണ് ഇന്ത്യയിലെ ബയോബാങ്ക് നിലവിൽ വന്ന ആദ്യ മൃഗശാല. 2025 ലോക പയർവർഗ്ഗ ദിനം എന്നാണ്? ഫെബ്രുവരി 10 ഫെബ്രുവരി 10 2025 ലോക പയർവർഗ്ഗ ദിനം. അതിൻ്റെ പ്രമേയം എന്താണ്? തീം എന്താണ്? പൾസസ് ബ്രിങ്സ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ്. പൾസസ് ബ്രിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റംസ്. ഫെബ്രുവരി 10 ലോക പയർവർഗ്ഗ ദിനം. അതിൻ്റെ തീമാണ് പൾസസ് ബ്രിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം. മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം എഴുതിയത് CV ആനന്ദബോസ്. CV ആനന്ദബോസാണ് മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം എഴുതിയത്. പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾ സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേട്ടിക്ക്. കേട്ടിക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? കുടുംബശ്രീ ട്രൈബൽ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്റർ. കേട്ടിക്കാണ് പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേട്ടിക്ക്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യമേതാണ്? ഓസ്ട്രേലിയയാണ് IVF വഴി ലോകത്തിലാദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം. അടുത്തത് ദേശീയ ടൂറിസ ദിനം ജനുവരി 25. ദേശീയ ടൂറിസ ദിനം ജനുവരി 25. 2025 തീമാണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം 2025 തീം. 2024 തീമാണ് സസ്റ്റൈനബിൾ ജേർണി ടൈംലെസ് മെമ്മറീസ്. സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ. സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ. 2025 തീമാണ് സമ്പൂർണ്ണ വളർച്ചയ്ക്കുള്ള ടൂറിസം. 2024 സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ. ലോക ടൂറിസ ദിനം എന്നാണ്? സെപ്റ്റംബർ 27. ദേശീയ ടൂറിസ ദിനം ജനുവരി 25 അതേപോലെ തന്നെ ലോക ടൂറിസ ദിനം സെപ്റ്റംബർ 27. ലോക ടൂറിസ ദിനത്തിൻ്റെ പ്രമേയം 2024 തീമാണ് ടൂറിസം ആൻഡ് പീസ്. വിനോദസഞ്ചാരവും സമാധാനവും. അടുത്തതാണ് പ്രപഞ്ചത്തിലെ വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് പാൻഡോറ. പ്രപഞ്ചത്തിലെ വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് പാൻഡോറ. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 2. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2. ഒന്നാമതാരാണ്? കർണാടകയും ആണ്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്താണ്? ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ നൽകുക. ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ നൽകുക എന്നതാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനിയാണ് യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനിയാണ് യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനി.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ബിയോൺസ് ആണ്. ആകെ 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ബിയോൺസ് ആണ്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം. വാട്സപ്പ് ഗവേണൻസിൻ്റെ പേരെന്താണ്? മനമിത്ര എന്നാണ് ഈ സേവനത്തിന് കൊടുത്ത പേര്. ആദ്യമായി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശാണ്. 2025 ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 2025 ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഫരീദാബാദ്, ഹരിയാന. ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? മയിലാട്ടി. കാസർഗോഡിലെ മയിലാട്ടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദിയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്താണ്? ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന അന്താരാഷ്ട്ര വേദിയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഗുജറാത്തിലെ ആദ്യ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്. ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ് ഗുജറാത്തിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ മികച്ച രക്തബാങ്ക് ആയി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത്. റിപ്പബ്ലിക് ഡേ എന്നാണ്? ജനുവരി 26. 76ാമത്തെ റിപ്പബ്ലിക് ഡേയാണ് 2025 ആഘോഷിച്ചത്. 76ാമത്തത്. തീം എന്തായിരുന്നു? ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ്. ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് ആണ് 2025 തീം. ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റായ പ്രഭാവോ സുബിയാന്തോയാണ് ചീഫ് ഗസ്റ്റ്. ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ലഭിച്ച ആർക്കാണ്? ഉത്തർപ്രദേശിനാണ്. ഉത്തർപ്രദേശിൻ്റെ തീം എന്തായിരുന്നു? മഹാകുംഭമേളയായിരുന്നു. സെക്കൻഡ് ത്രിപുര, തേർഡ് ആന്ധ്രാപ്രദേശ്. ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ഉത്തർപ്രദേശിനായിരുന്നു. സെക്കൻഡ് ത്രിപുര, തേർഡ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്രയും നമ്മൾ ജസ്റ്റ് പഠിച്ച് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പം ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന് ജേതാവായത് പങ്കജ് അദ്വാനിയാണ്. കെ ജയശ്രീ എന്തായിരുന്നു? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി ആയിരുന്നു. ഡൊമിനിക്ക എന്ന് വെച്ചാൽ 1993 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച രാജ്യമാണ് ഡൊമിനിക്ക. സിലി എന്തായിരുന്നു? അടുത്തിടെ വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ നദീതീരമാണ് സിലി. ഒഡീഷ എന്തായിരുന്നു? നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. പി ജയചന്ദ്രൻ എന്തായിരുന്നു? പി ഭാസ്കരൻ പുരസ്കാരത്തിന് ജേതാവായതാണ് 2025. അപ്പം പി ഓർത്താൽ മതി. പി ഭാസ്കരൻ പുരസ്കാരം ആർക്കാണ്? പി ജയചന്ദ്രനാണ്. കേരളത്തിലെ ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വെള്ളമാണ് കതിരവൻ. ദേശീയ യുവജന ദിനം ജനുവരി 12. 2025 തീമാണ് സുസ്ഥിര ഭാവിക്കായി യുവത്വം.
പ്രതിരോധശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? രാമസ്വാമി മാണിക്യ വാസകം. 2025 ബ്രിക്സ് ഉച്ചകോടി റിയോ ഡി ജനീറോയിലാണ്, ബ്രസീലിൽ. 2024 റഷ്യയിലായിരുന്നു. ഇന്ത്യയുടെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗണേഷ് കുമാറാണ്. 2025 ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് മസ്കറ്റാണ്. ഫ്രാൻസ് എന്തായിരുന്നു? എമർജൻസി യൂറോപ്യൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത GCC നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ബയോബാങ്ക് നിലവിൽ വരുന്ന ആദ്യ മൃഗശാലയാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. അതുപോലെ തന്നെ 2025 ലോക പയർവർഗ്ഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പൾസസ് ബ്രിങ് ഡൈവേഴ്സിറ്റി ടു അഗ്രി ഫുഡ് സിസ്റ്റം. മിത്തും സയൻസും എന്ന പുനർവായന എന്ന പുസ്തകം എഴുതിയത് CV ആനന്ദ ബോസ്. കേട്ടിക്ക് എന്തായിരുന്നു? പട്ടികവർഗ മേഖലയിലെ ജനങ്ങൾക്ക് സംരംഭകത്വത്തിലൂടെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കേട്ടിക്ക്. ഓസ്ട്രേലിയയിലാണ് IVF വഴി ലോകത്താദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം. ദേശീയ ടൂറിസം ദിനം ജനുവരി 25. ലോക ടൂറിസം ദിനം സെപ്റ്റംബർ 27. പ്രപഞ്ചത്തിലെ വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ ആരംഭിക്കുന്ന പുതിയ ദൗത്യമാണ് പാൻഡോറ. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചിയിൽ കേരളം 2ാം സ്ഥാനത്തും കർണാടക 1ാം സ്ഥാനത്തുമാണ്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ നൽകുക. യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനിയാണ്. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനി. 35 ഗ്രാമി പുരസ്കാരങ്ങൾ കൈവരിച്ചതോടെ ബിയോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. തമിഴ്നാട്ടിലാണ് 2025 ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ഫരീദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത്. മയിലാട്ടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത്. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിലാണ് ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ വരുന്ന ഒരു അന്താരാഷ്ട്ര വേദിയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഗുജറാത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് ഗുണേരി ഗ്രാമത്തിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളാണ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത്. റിപ്പബ്ലിക് ഡേ എത്രാമത്തെയായിരുന്നു? 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. തീം എന്തായിരുന്നു? ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ്. പ്രഭാവോ സുബിയോന്തോ ആയിരുന്നു ചീഫ് ഗസ്റ്റ്. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ്. ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ഉത്തർപ്രദേശിനും 2nd ത്രിപുരയ്ക്കും 3rd ആന്ധ്രാപ്രദേശിനും ആയിരുന്നു.